ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം മത്സരത്തിൻ്റെ റിവ്യൂ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്റ്റർഡേ വിട്ടുപോയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വിട്ടുപോകാനുള്ള മെയിൻ റീസൺ, അപ്പുറത്ത് ബാഴ്സലോണയുടെ മാച്ച് സ്റ്റിൽ റണ്ണിങ് ആയിരുന്നു. അതിന് മുന്നേ ആയിരുന്നു യുണൈറ്റഡിൻ്റെ മാച്ച് ഫിനിഷ് ആയത്. ഇപ്പോൾ രണ്ടും കൂടിയും വാച്ച് ചെയ്തതിന് ശേഷം ഒരുമിച്ച് റിവ്യൂ ചെയ്യാം എന്ന തരത്തിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ്സായിപ്പോയി ഗായ്സ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കോഹ്ലിയുടെ ആ ഒരു കിട്ടില്ലം ഹെഡറിനെ കുറിച്ചിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് അത് ഗോളി സേവ് ചെയ്തതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓനാൻ ഇത്രക്കെല്ലാം ഭയങ്കര ഒരു സേവിങ്സ് ഒക്കെ നടത്തുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലൊരു സേവിങ്സ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ആദ്യ സ്ക്വാഡ് വന്ന സമയത്ത് തന്നെ ഓനെ കണ്ടുന്ന സമയത്ത് തന്നെ ഒരു പകുതി കോൺഫിഡൻസ് ഓൾമോസ്റ്റ് എല്ലാ യുണൈറ്റഡ് ആരാധകരും പോയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സേവിങ്സ് കണ്ടപ്പോൾ ശരിക്കും വണ്ടർ അടിച്ചു. പക്ഷേ വണ്ടർ അടിച്ചത് കോഹ്ലിയർ ആണ് എന്ന് കണ്ട സമയത്ത് ഡബിളായിരുന്നു. ഒരിക്കലും ഈ ഒരു താരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പിച്ചിലിറങ്ങിയ എല്ലാ മാച്ചിലും ഒരു ചെറിയ ആവറേജ് പെർഫോമൻസ് എങ്കിലും ഈ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അത് യൂസ് ചെയ്തത് ഈ ഒരു മാച്ച് തന്നെയാണ്. അത് ഫുൾഹാം സ്കോർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സമനില എന്ന ഒരു സ്കോറിങ്ങിലായിരിക്കില്ല അവസാനിക്കുക. കാരണം 75-80 മിനിറ്റിന് ശേഷം ശരിക്കും യുണൈറ്റഡിനെ ഡോങ്കി കളിപ്പിക്കുകയായിരുന്നു. കാരണം അത്രയും വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവസാനം അമാദ അടിച്ച ആ ഒരു ഗോള് ഓഫ് സൈഡ് പോയതല്ലാതെ വേറെ ഒരു തരത്തിലും യുണൈറ്റഡിന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അത്ര ലോക്കായിരുന്നു ഫുൾഹാമിൻ്റെ ഭാഗത്ത് നിന്നും. പക്ഷേ അത് എന്തിനാണ് അത് ഓഫ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് അത് വാറ് ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് സീരിയസ്ലി ഒന്നും മനസ്സിലായില്ല. ഇവർ ഓൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അമ്മാത്. പക്ഷെ എന്തിനാണ് അത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. അതുപോലെ വേറൊന്നും പറയാനുള്ള ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. അതുമ്മ വന്നതിന് ശേഷം ത്രില്ലിങ് മൂമെൻ്റ് ആയിരുന്നു. കാരണം അവർ തമ്മിലുള്ള ക്ലാഷ് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനസ് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഹൾക്ക് പോലത്തെ ഒരു പ്ലെയറിനെയാണ് ഈ ഒരു ചെറിയ മനുഷ്യൻ പോയിട്ട് അറ്റാക്ക് ചെയ്ത്, അതും പല സിറ്റുവേഷനിലും ശരിക്കും വണ്ടർ അടിച്ചു പോയി. ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതുമനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു താരത്തിൽ നിന്ന് വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കാനുള്ളത് ആ ഒരു ഫിനിഷിങ് പോരായ്മ മാത്രമാണ്. അതുമേൽ ഞാനൊരു വീക്ക് പോയിന്റ് ആയിട്ട് കാണുന്നത്. അത് ഈ ട്രിപ്പിളിങ്ങിലായാലും അത് ഫിസിക്കലി ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എനിക്കൊന്ന് ഫുട്ബോൾ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ ഇതുപോലൊരു ബോഡി ബിൽഡർ എന്ന ഒരു തരത്തിൽ വേറെ ഒരു പ്ലെയറും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ളൊരു ഹൾക്കിനെയാണ് മാർട്ടിനസ് എത്ര വലിയ കൊമ്പം വന്നു കഴിഞ്ഞാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ആ ഒരു പിച്ചിൽ കാണിക്കുന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് ടെൻഹാഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ലിസാൻഡ്രോ മാർട്ടിനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഉള്ളത് തന്നെയാണ്. മാർട്ടിനസ് വരുന്ന സമയത്ത് യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമർശനം ഉണ്ടായിട്ടും ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇതുപോലൊരു ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഒരു പ്ലെയർ എങ്ങനെ സക്സസ് ആവും എന്നുള്ള ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അധികം സമയമൊന്നും ലിസാൻഡ്രോ മാർട്ടിനസിന് വേണ്ടി വന്നില്ല. ഞാൻ എന്താണ് എന്ന് തെളിയിക്കാൻ, എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഫ്യൂച്ചറിൽ ലിസാൻഡ്രോ മാർട്ടിനസിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.